ഹായ് എവരി വൺ, നമുക്കിന്നൊരു 3 in 1 വീഡിയോ ആണ്. ബദാം റൈസ് ക്രീം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ബ്യൂട്ടി സോപ്പും ഫേസ് വാഷും അതേപോലെ തന്നെ ഷാമ്പൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. പിന്നെ എടുത്തിട്ടുള്ള ഒരു ബൗളിൽ റൈസാണ്, പച്ചരിയാണ് കേട്ടോ, ദോശ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈസ് നന്നായിട്ട് ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 തണ്ട് അലോവേരേൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങളും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ബദാമിൻ്റെ റൈസിൻ്റെ ഒക്കെ ഒരു മിൽക്ക് പോലത്തെ സംഭവമാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിന് മുകളിലേക്ക് നമുക്ക് ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ജ്യൂസ്, ഒരു മിൽക്ക് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായി കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും. അപ്പോൾ അത് വരയ്ക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്കിവിടെ ആ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ബദാം റൈസ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. 1 കപ്പ് സോപ്പ് ബേസിന് 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് നമ്മുടെ സോപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സോപ്പ് മോൾഡിലേക്കോ, സിലിക്കണിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് നമുക്കത് സോപ്പ് വിട്ടെടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിലൊരു ദിവസം വെച്ച് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സോപ്പ് എടുത്തിട്ട് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. ഇതാ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഡെയിലി ഈ സോപ്പ് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടാനൊക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സോപ്പാണ്. കാരണം ഇതിൽ നമ്മൾ റൈസും ബദാമും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒലീവ് ഓയിൽ അതുപോലെ തന്നെ ബദാം ഓയിൽ ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിൻ അധികം ഡ്രൈ ആവുമൊന്നുമില്ല. വളരെ സേഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ബ്യൂട്ടി സോപ്പാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് തന്നെ യൂസ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അതാണ് കുറച്ചും കൂടി സ്കിന്നിന് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫേസ് വാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹേവിയുടെ ഫേസ് വാഷ് ബേസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ബേസ് ഞാനിവിടെ ഒരു 1/4 കപ്പ് ആദ്യം ചേർക്കുന്നുണ്ട് ഈ ബൗളിലേക്ക്. പിന്നെ ഇതേ സെയിം 1/4 കപ്പിൽ തന്നെ പകുതിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ഫേസ് വാഷ് ബേസ് എടുത്തെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് തന്നെ ബദാം റൈസ് ക്രീമും എടുക്കുക. ഇപ്പോൾ ഞാൻ 1/4 കപ്പും അതിൻ്റെ പകുതിയും കൂടെ ഫേസ് വാഷ് ബേസ് എടുത്തുകൊണ്ട് സെയിം അളവിൽ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ബദാം റൈസ് ക്രീം ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് തേനാണ്. തേൻ എപ്പോഴും നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേൻ തന്നെ എടുക്കുക. അത് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നിങ്ങളുടെ അടുത്ത് വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് വളരെ നല്ലതാണ് ഡ്രൈ സ്കിന്നിന്. പിന്നെ ചേർക്കുന്നത് ലാവൻഡർ ഓയിലും ടീ ട്രീ ഓയിലും ആണ്. ലാവൻഡർ ഓയിൽ നമ്മുടെ സോപ്പിന് നല്ലൊരു സ്മെല്ല് കൊടുക്കും. ടീ ട്രീ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാകുന്നത് തടയും. അതേപോലെ ഡ്രൈ സ്കിൻ മാറാനും അലർജിയൊക്കെ മാറാനൊക്കെ നല്ലതാണ് ടീ ട്രീ ഓയിൽ.
ഇതൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റോസ് വാട്ടർ നമ്മുടെ ഫേസ് വാഷിന് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ റോസ് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് റോസ് വാട്ടർ. സോ ഞാൻ 2-3 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഫേസ് വാഷിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അത് നമുക്ക് കഴിവതും ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിലേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഷെൽ ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം 1 വീക്കാണ്. റൂം ടെമ്പറേച്ചറിൽ 1 മന്ത് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് റൈസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഫെർമെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഷെൽ ലൈഫ് കുറയുന്നത് കേട്ടോ. നമ്മളെന്തെങ്കിലും പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ഈ ഫേസ് വാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ കൂടി ഷെൽ ലൈഫ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് മാക്സിമം 1 വീക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഫേസ് വാഷാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആവും. അപ്പോൾ അടുത്തത് നമുക്കിനി ഷാമ്പൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷാമ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ ബേബി ഷാമ്പൂ ആണ്. നിങ്ങൾക്ക് ഏത് മൈൽഡായിട്ടുള്ള ഷാമ്പൂ ആണെങ്കിലും യൂസ് ചെയ്യാം. ബേബി ഷാമ്പൂ ആണെങ്കിൽ ബേബി ഷാമ്പൂ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആവരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാത്രിയുടെ ഷാമ്പൂ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ബേബി ഷാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബദാം റൈസ് അലോവേറയുടെ ക്രീമാണ്. മുടിക്ക് ഒരുപാട് നല്ലതാണ് ഈ 3 ഇൻഗ്രീഡിയൻസും. സോ നമ്മൾ ഇത് ചേർത്തിട്ട് ഷാമ്പൂ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളരാനും മുടിക്ക് സ്മൂത്ത് ആവാനും ഒക്കെ ഇതിന് നല്ലതാണ് കേട്ടോ ഈ 3 ഇൻഗ്രീഡിയൻസും. അപ്പോൾ നമ്മൾ ഈ ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട. അതിനകത്ത് നിന്ന് ഞാനൊരു 1/4 കപ്പും പിന്നെ ആ 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷാമ്പൂ ബേസ് ഇതിൽ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ക്രീമിനെക്കാട്ടിലും. പിന്നെ ബാക്കി വരുന്ന ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അത് നമുക്ക് ഫേസ് പാക്കായിട്ട് മുഖത്തിട്ട് കൊടുക്കാം. ആ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ക്രീം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലാണ്, അതായത് അവണക്കെണ്ണ. പിന്നെ ചേർക്കുന്നത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഈ 3 ഓയിൽസും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ അവണക്കെണ്ണ തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അത് നമ്മുടെ ആ ഷാമ്പൂ തേക്കുന്നത് കൊണ്ട് മുടി ഒരുപാട് ഡ്രൈ ആവുമല്ലോ, ആ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചേർക്കുന്നത് ലാവൻഡർ ഓയിലും ടീ ട്രീ ഓയിലുമാണ്. ലാവൻഡർ ഓയിൽ നല്ലൊരു സ്മെല്ല് തരും നമ്മളുടെ ഷാമ്പൂവിന്. ടീ ട്രീ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ താരം കുറയ്ക്കാനും അതുപോലെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുക, ഹെയർ ഡാമേജ് ഉണ്ടാവുക, അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇതിൻ്റെ ഷെൽ ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം 1 വീക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. എപ്പോഴും നിങ്ങൾ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുക, ഒരു 1-2 ആഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ്, ഫേസ് വാഷ്, ഫേസ് മാസ്ക്, അതുപോലെ ഷാമ്പൂ, ഇത്രയും 4 ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അതേപോലെ തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.